പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമുക്ക് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിൽ ഒരു വഴി ഉദ്ഘാടന ചടങ്ങ് നമുക്ക് രാവിലെ കാണാം. വർഷങ്ങളായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 8ാം വാർഡിൽ താമസിക്കുന്ന 4-5 കുടുംബങ്ങൾക്കാണ് വഴിയില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നത്. ഇന്ന് അവരുടെ ഒരു സ്വപ്നം പൂവണിയാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നാട്ടുകാരെ, നമ്മുടെ ചിരകാല അഭിലാഷമായ ഈ വഴി നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ സുരൻ ചേട്ടനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഉദ്ഘാടനത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തതയുള്ളൊരു ഉദ്ഘാടനമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനിപ്പോൾ ഇതിൻ്റെ ഈ വഴിയുടെ പിന്നിലുള്ള ചരിത്രം നിങ്ങൾക്കറിയാം. 5 അടി വീതിയിലുള്ള നടപ്പാതയായിരുന്നു. അതിന് താഴോട്ട് ചാക്കോ സാറ് 9 അടി 9.5 അടി 3 മീറ്റർ വീതിയിൽ നമുക്ക് വഴിക്ക് തന്നിരുന്നു. പക്ഷേ ആ വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത് ഇത്രയും പ്രദേശം ഇങ്ങനെ ഇടുങ്ങിയതായി കിടന്നുകൊണ്ടാണ്. താഴെയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ സാധാരണക്കാരാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ എടുത്തുകൊണ്ട് പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഒരുപാട് നാൾ ജീവിച്ചതാണ്. അപ്പോൾ അവരുടെ അദമ്യമായ ഒരാഗ്രഹം, വഴി വേണമെന്നുള്ളൊരാഗ്രഹമാണ് ഇത്തരത്തിൽ ഒരു വഴിയാക്കി റോഡാക്കി മാറ്റുവാൻ കഴിഞ്ഞതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട കറിയാച്ചനെ, ഓമന, ഒരു 2 ശശിചേട്ടന്മാരെ, സന്തോഷ് ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കളെ 10ഓളം ഗുണഭോക്താക്കളാണ് ഈ 2 സൈഡിലുമായിട്ട് ഈ വഴിക്കായിട്ടുള്ളത്. അപ്പോൾ അവരെ സഹായിച്ചതെല്ലാം അവരുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ മണിക്കൂട്ടനെ, അനി ഉൾപ്പെടെ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ കയ്യാല പണിയുന്ന മതിൽ പണിയുന്നതാണെങ്കിലും കണ്ടാൽ ശ്രമദാനമായിട്ട് അവരൊക്കെ അവരുടെ പണികളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്. വലിയൊരു ആഗ്രഹമാണ് എല്ലാവരുടെയും വഴി എന്ന് പറയുന്ന സ്വപ്നം. അതിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ, ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ അധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ വഴിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ആളുകളാണ് നമ്മുടെ ഈ വഴിക്ക് വേണ്ടി സ്ഥലം വിട്ട് തന്ന ഒന്ന് കുരുവിള, എൻ്റെ സഹപാഠി കൂടിയാണ്. അതുപോലെ തന്നെ രാജചേട്ടനോട് എത്തിച്ചേർന്ന രാജചേട്ടനെ, പിന്നെ നമ്മുടെ ചിന്നമ്മ ചേച്ചിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് ആവശ്യമായ സ്ഥലവും വിട്ടു തന്നു. അവരോടുള്ള നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വഴിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഇനി വേണ്ടത് നമുക്ക് കോൺക്രീറ്റാണ്. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഭരണസമിതിയിലെ ആളുകൾ അതിനാവശ്യമായ സൗകര്യം ഉണ്ടാക്കി തരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതിനുള്ള ശ്രമങ്ങളുമായിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥനയോടും കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വിളിച്ചോട്ടെ.